പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ടേംസ് നമ്മൾ പഠിച്ചു, ബേസിക് കോൺസെപ്റ്റുകൾ നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി റീകോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഫേമിൻ്റെ റീകോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? അതായത് നിലവിലുള്ള ഫേമിൽ മാറ്റം വരുത്തുക. എപ്പോഴായിരിക്കും നിലവിലുള്ള ഫേമിന് മാറ്റം വരിക എന്നറിയോ? ഒരു പാർട്ണർഷിപ്പ് ഫേമാണല്ലേ, എപ്പോഴും പഴയ ആൾക്കാരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഇല്ല, പുതിയ ആൾ പാർട്ണറായിട്ട് വരാം. അപ്പോൾ പിന്നെ പഴയ ടേംസ് ഒക്കെ മാറ്റണ്ടേ, പഴയ എഗ്രിമെൻ്റ് ഒക്കെ മാറ്റണ്ടേ? ഫോർ എക്സാമ്പിൾ എ ബി സി എന്ന് പറയുന്ന പുതിയ ആളും കൂടെ വരുമ്പോൾ ആ സീനും കൂടെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ലേ? ഉണ്ട്. അടുത്തത്, ഒരു പാർട്ണർ റിട്ടയർ ആയി പോവാണ്, ഒരു പാർട്ണർ പിരിഞ്ഞു പോവാണ്. അപ്പോൾ ആ ഫേമിൽ പഴയ പാർട്ണേഴ്സ് പിന്നെ രണ്ടാളെ ഉണ്ടാവുള്ളൂ. മൂന്നാളിലോടുന്ന് ഒരാൾ പിരിഞ്ഞു പോയാൽ അപ്പോൾ അതിന് ടേംസ് മാറ്റണം. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ണർ കയറി വരുമ്പോഴോ, ഒരു പാർട്ണർ പിരിഞ്ഞു പോകുമ്പോഴോ, ഏതെങ്കിലും പാർട്ണർ മരിക്കുമ്പോഴോ, ഏതെങ്കിലും പാർട്ണർ പാപ്പരായി പോകുമ്പോഴോ, അല്ലെങ്കിൽ ഫേം പൂട്ടുമ്പോഴോ, ഇങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്, ഒരുപാട് ഏരിയ പഠിക്കാനുണ്ട്. ഫേമിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങളുടെ തുടക്കമാണ് റീകോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഒരു പാർട്ണർ കയറി വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്താണ് പാർട്ണർഷിപ്പ്, ആ പാർട്ണർഷിപ്പിൽ എങ്ങനെ പ്രോഫിറ്റ് വീതിക്കണം, അതിലെങ്ങനെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് റെക്ടിഫൈ എങ്ങനെ ചെയ്യണം, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയ പാർട്ണർ കയറി വരുമ്പോൾ എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നുള്ളതാണ്. നോക്കാം, ലിസൺ. റീകോൺസ്റ്റിറ്റ്യൂഷൻ അടുത്ത ചാപ്റ്റർ ആണ്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം, അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണർ കയറി വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ? റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ചാണ്, മാറ്റം വരുമ്പോഴാണ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്തിൽ മാറ്റം വരിക? നാച്ചർ ഓഫ് റിലേഷൻഷിപ്പ്, റിലേഷൻഷിപ്പിന്റെ സ്വഭാവത്തിൽ മാറ്റം വരിക. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാണ്, എ എന്ന് പറയുന്ന ആള് ബി എന്ന് പറയുന്ന ആള് കട്ട പാർട്ണേഴ്സ് ആയിട്ട് മുന്നോട്ട് പോവാണ്. അപ്പൊ സി എന്ന് പറയുന്ന ഒരാൾ വരുമ്പോൾ റിലേഷൻഷിപ്പ് അവിടെ ഒരാളും കൂടെ കയറി വരില്ലേ, റിലേഷൻഷിപ്പിൽ മാറ്റം വരില്ലേ, എൻ്റെയും ബിന്റെയും കൂടെ സിയും കൂടെ വരികയാണ്, അതാണ് അഡ്മിഷൻ. അപ്പൊ റിലേഷൻഷിപ്പിൽ ചേഞ്ച് വരുമ്പോൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കും. ആര് തമ്മിലുള്ള റിലേഷൻഷിപ്പ്? മെമ്പേഴ്സ്, പാർട്ണേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ എങ്ങനെയാണ് ഈ ചേഞ്ചസ് നമ്മൾ കാണിക്കുക? ഒരു ഫ്രഷ് എഗ്രിമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, പുതിയ എഗ്രിമെന്റുകളൊക്കെ അവിടെ കൊണ്ടുവരേണ്ടി വരും. ക്ലിയർ? യെസ്. എന്തൊക്കെ രീതിയിലാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുക? റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ കാരണം കൊണ്ടാണ് സംഭവിക്കുക? ഒന്ന്, ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ്. നമുക്ക് അതാണ് ആദ്യം പഠിക്കാനുള്ളത്. അതായത് എ ബി രണ്ട് പാർട്ണേഴ്സ് ഉണ്ട്, ഇവിടെ റേഷ്യോ ഈക്വൽ ആയിട്ടാണ്, രണ്ടാളും ഈക്വൽ ആയിട്ടാണ് പ്രോഫിറ്റ് വീതിക്കുന്നത്. ഇനി അങ്ങനെ വേണ്ട, 3:2 എന്ന് പറഞ്ഞ പുതിയ റേഷ്യോയിൽ വീതിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ചേഞ്ച് വരുമ്പോൾ എന്ത് ചെയ്യണം? അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ മാറ്റം വരും, റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിച്ചെന്ന് പറയാം. അപ്പൊ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കും. അഡ്മിഷൻ ഓഫ് എ പാർട്ണർ, പുതിയ പാർട്ണർ കയറി വരുമ്പോൾ, റിട്ടയർമെന്റ് ഓഫ് പാർട്ണർ, ഒരു പാർട്ണർ പിരിഞ്ഞു പോകുമ്പോൾ, ഡെത്ത് ഓഫ് എ പാർട്ണർ, ഒരു പാർട്ണർ മരിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ എന്ത് സംഭവിക്കാം? റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കാം. ക്ലിയർ? എന്താണ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ? ഒന്നുമില്ല മക്കളെ, ഒരു പാർട്ണർ പുതിയതായിട്ട് നമ്മുടെ ഫേമിലേക്ക് കയറി വരുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അഡ്മിഷൻ. അത് എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പിലേക്ക്, നിലവിലുള്ള പാർട്ണർഷിപ്പിലേക്ക് ഒരു പാർട്ണർ കയറി വരികയാണെങ്കിൽ, ഇൻക്ലൂഷൻ ഓഫ് എ പേഴ്സൺ ആസ് എ പാർട്ണർ, ഒരു പാർട്ണർ ആയിട്ട് ഒരു വ്യക്തിയെ നമ്മൾ ഉൾപ്പെടുത്തുകയാണ് ടു എൻ എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പ് ഫേം, നിലവിലുള്ള ഫേമിലേക്ക് ഒരാളും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് അഡ്മിഷൻ. ഈസി. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ആദ്യം പഠിക്കാനുള്ളത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ കുറിച്ചാണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഒരു പുതിയ പാർട്ണർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അയാൾക്കും കൂടെ പ്രോഫിറ്റിന്റെ പങ്ക് കൊടുക്കണം. ഒരു പുതിയ പാർട്ണർ വരുമ്പോൾ അയാൾക്കും കൂടെ പ്രോഫിറ്റിന്റെ പങ്ക് കൊടുക്കണം. നമ്മൾ ആദ്യത്തെ ടോപ്പിക്, ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ടോപ്പിക്ക് പുതിയ റേഷ്യോയുടെ കാൽക്കുലേഷൻ ആണ്. എങ്ങനെയാണ് പുതിയ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക? നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. റേഷ്യോന്റെ കാൽക്കുലേഷൻ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാനിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുകയാണ്, നോക്കിക്കോളാം. അനിൽ ആൻഡ് വിശാൽ, രണ്ടാൾക്കാരുണ്ട്. അനിലും വിശാലും ആർ പാർട്ണേഴ്സ്, രണ്ടാളും പാർട്ണേഴ്സ് ആണ്. അപ്പൊ നിലവിലുള്ള പാർട്ണേഴ്സ്, എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ആരാണ്? അനിലും വിശാലും. ഷെയറിംഗ് പ്രോഫിറ്റ്സ്, അവർ പ്രോഫിറ്റ് വീതിക്കുന്നു ഇൻ ദ റേഷ്യോ ഓഫ് 3:2, 3:2 വീതിക്കുന്നത്. അപ്പൊ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് വീതിക്കുന്ന റേഷ്യോ ഓൾഡ് റേഷ്യോ എന്നാണ് ഇനി അറിയപ്പെടുക. പുതിയ പാർട്ണർ വരുമ്പോൾ പഴയ റേഷ്യോ ഏതാണ്? 3:2 ആണ്. അനിലും വിശാലും തമ്മിലുള്ള റേഷ്യോ 3:2 ആണ്. നെക്സ്റ്റ്, ദേ അഡ്മിറ്റഡ്,
അതായത് അവര് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് അനിലും വിശാലും കൂടെ ഒരു പുതിയ ഒരാളെ അഡ്മിറ്റ് ചെയ്യാണ്. ആരെ അഡ്മിറ്റ് ചെയ്തത്? സുമിത്തിനെ അഡ്മിറ്റ് ചെയ്തു. ഒരു പുതിയ പാർട്ണറായിട്ട് ആരെ കൊണ്ടുവരികയാണ് മക്കളെ? സുമിത്തിനെ കൊണ്ടുവരികയാണ്. സുമിത്തിന് 1/5 ഷെയർ കൊടുക്കും ഫ്യൂച്ചർ പ്രോഫിറ്റ്. ഫേമിന് ഭാവിയിലുള്ള പ്രോഫിറ്റിൽ, അതായത് സുമിത്ത് പുതിയതായിട്ട് വരില്ലേ, പിന്നെ ഉണ്ടാവാൻ പോകുന്ന പ്രോഫിറ്റിന്റെ 5-1 ഭാഗം ആർക്കുള്ളതാണ്? 1/5 ഷെയർ ആർക്കുള്ളതാണ്? നമ്മുടെ സുമിത്തിനുള്ളതാണ്. നമ്മളോട് കാണാൻ പറഞ്ഞത് പുതിയ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. അനിലും വിശാലും സുമിത്തും തമ്മിലുള്ള റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കാം. ലിസൺ. ആദ്യം നമ്മൾ പഠിക്കേണ്ട പോയിന്റ്, സുമിത്തിന്റെ ഷെയർ. സുമിത്തിന് 1/5 ഷെയർ കൊടുക്കണം. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1/5 ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റിൽ 1/5 ഷെയർ ആർക്ക് കൊടുക്കണം? സുമിത്തിന് കൊടുക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഷെയറിന് നമ്മൾ ഇനി എന്താക്കാൻ പോകുന്നറിയോ? 5 ആയിട്ട് മുറിക്കാൻ പോകണം. ഇതൊരു ചോക്ലേറ്റ് ആണെന്ന് വെച്ചോ. ഇതിനെ ഞാൻ 5 ആയിട്ട് മുറിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോണേ, 5 ആയിട്ട് മുറിക്കുകയാണ്. 5 പീസാക്കും. അഞ്ച് പീസായിട്ട് ഞാൻ മുറിച്ചു. ഓക്കെ, ഇത് 5 പീസിൽ ഒരു പീസാണ്. ഇത് 5-ൽ 1ആണ്. ഇത് 5-ൽ ഒരു കഷ്ണം. ഇത് 5-ൽ ഒരു കഷ്ണം. ഇത് 1/5. ഇതിൽ 5 കഷ്ണമുണ്ടല്ലോ, 5 പീസ് ഉണ്ട്. ഇതിൽ ഒരു പീസ്, 5 പീസിൽ ഇത് മൊത്തം പ്രോഫിറ്റ് ആണെങ്കിൽ ഇതിൽ ഒരു പീസ് ആരെടുക്കും? ഒരു പീസ് ചോക്ലേറ്റ് ആരെടുക്കും? നമ്മുടെ സുമിത്ത് എടുക്കും. ബാക്കി 4 പീസില്ലേ? ഈ 4 പീസാണ് റിമൈനിങ് ഉള്ളത്. ഇതിനെ വിളിക്കുന്ന പേരാണ് റിമൈനിങ് ഷെയർ. റിമൈനിങ് ആയിട്ടുള്ള ഷെയർ എത്രയാണ് മക്കളെ? 4 പീസാണ്. എത്രയില്? 5. ഇതാണ് 4/5. ഇത് 2 ആൾക്കാർക്കുള്ളതാണ്. ആർക്കുള്ളതാണ്? നമ്മുടെ അനിലിനും നമ്മുടെ വിശാലിനും. നമുക്ക് നോക്കാം ഈ 4/5 ഇവരെ എങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇവിടെ 3:2 അല്ലേ ഇവരുടെ പഴയ റേഷ്യോ. അപ്പൊ ആ പഴയ റേഷ്യോയില് ഈ 4/5 അവർ ഏറ്റെടുക്കണം. അതാണ് സംഭവിക്കുക. ഈ 4/5 ബാക്കിയുള്ളത് അത് പഴയ റേഷ്യോയിൽ ഏറ്റെടുക്കണം. നമുക്കിവിടെ നോക്കാം. സുമിത്ത് ഷെയർ നമ്മൾ പറഞ്ഞു 1/5 ആണ്. ബാക്കി 2 ആൾക്കും കൂടെ 4/5 ആണ്. അപ്പൊ നമ്മൾ ഇനി ആദ്യത്തെ ആളാരാണ്? അനിലിന്റെ ന്യൂ ഷെയർ, അനിലിന്റെ പുതിയ ഷെയർ നമുക്ക് കണ്ടുപിടിക്കാം. മക്കളെ, അനിലിന്റെ പുതിയ ഷെയർ എത്രയാണ്? അനിലിന്റെ ഓൾഡ് ഷെയർ എത്ര നോക്കാം. 3:2 അല്ലേ? 3:2 അനിലിന് എത്രയാണ്? 3 അല്ലേ? അപ്പൊ 3/5. 3 + 2 എന്ന് പറഞ്ഞാൽ 5. അതിൽ 3 ഭാഗം അനിലുള്ളതാണ്. 3/5. ഓക്കെ, പക്ഷേ ആ 3/5 ഇല്ല. അതിന്റെ 4/5 വരെ മാക്സിമം പറ്റുള്ളൂ. കാരണം റിമൈനിങ് ആയിട്ടുള്ള ഏതാണ്? 4/5 ആണ്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഇയാളുടെ ന്യൂ ഷെയർ കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ നേരെയാണ് ചെയ്യുക. 3-നെ 4 കൊണ്ട് ഗുണിക്കുക, 5-നെ 5 കൊണ്ട് ഗുണിക്കുക. 3 × 4 എത്രയാണ്? 12 അല്ലെ? 12. 5 എത്രയാണ്? 25. ഇങ്ങനെയാണ് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയാണ് ചെയ്യുക. നെക്സ്റ്റ് അടുത്ത ആളാരാണ്? നമ്മുടെ വിശാലാണ്. വിശാലിന്റെ ന്യൂ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കുക? വിശാൽസ് ന്യൂ ഷെയർ. മക്കളെ, വിശാലിന്റെ ഓൾഡ് ഷെയർ എത്ര? 3:2 അല്ലേ? അതിൽ 2 അല്ലേ വിശാലിൻ്റെത്? 2/5 അല്ലെ? 2/5 ആണ് എടുക്കുക. ഈ 2/5ന്റെ അത് ഏത് ഭാഗമാണ്? 4/5 അല്ലെ റിമൈനിങ് ഉള്ളത്? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആൻസർ കിട്ടുക? 2, 4, 8, 5, 5, 25 ഇങ്ങനെ കിട്ടും. അപ്പൊ നമുക്ക് കിട്ടി അനിലിന്റെ ഷെയറും കിട്ടി, വിശാലിന്റെ പുതിയ ഷെയറും കിട്ടി. അങ്ങനെയാണെങ്കിൽ സുമിത്തിന്റെ എത്രയാണ്? സുമിത്തിന്റെ ന്യൂ ഷെയർ. മക്കളെ, സുമിത്തിന്റെ ന്യൂ ഷെയർ ക്വസ്റ്റ്യൻ ഉണ്ട്. എത്രയാണ് സുമിത്തിന്റെ ന്യൂ ഷെയർ? ഇതാണ്. സുമിത്ത് പുതിയ ആളല്ലേ, അപ്പൊ അത് ന്യൂ ഷെയർ ഉണ്ടാവുള്ളൂ. എത്രയാണ്? 1/5. പക്ഷേ ഈ 1/5 എന്ന് എഴുതില്ല. അതിന് ഞാൻ എങ്ങനെ വിളിക്കുന്നറിയോ? ഈ 5 താഴെയുള്ള ഈ 5 ഇല്ലേ, ഈ 5ന്റെ സ്ഥാനത്ത് 25 വരണം. കാരണം ഇവിടെ 25 അല്ലേ? 12/25, 8/25. അപ്പൊ 25ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെ വരിക? എത്ര കൊണ്ട് ഗുണിച്ചാൽ 25 ആവുക? ഈ 5-നെ 5 കൊണ്ട് ഗുണിച്ചാൽ 25 ആവും. അപ്പൊ ഇവിടെ എന്ത് ഗുണിക്കുന്നു അത് തന്നെയാണ് മേലെ ഗുണിക്കേണ്ടത്. അപ്പൊ 1-ന് 5 കൊണ്ട് ഗുണിക്കണം. അതായത് 5/25 വരും. ഇപ്പൊ എല്ലാം ഈക്വൽ ആയി. അപ്പൊ നമ്മൾ ഈ റേഷ്യോ എങ്ങനെ പറയാന്നറിയോ? ഇങ്ങനെയാണ് എഴുതുക. ആൻസർ എഴുതുമ്പോൾ റേഷ്യോ ബിറ്റ്വീൻ
ആരൊക്കെ ആൾക്കാർ? ഫസ്റ്റ് ആളാരാ? അനിൽ, വിശാൽ ആൻഡ് മൂന്നാമത്തെ ആളാരാ? സുമിത്ത് ഈസ് ഈക്വൽ ടു 12:8:5. 12:8:5. ഇങ്ങനെയാണ് ന്യൂ റേഷ്യോ ഈ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യുക. സിമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. അതിന് ആൻസർ 12:8:5. അടുത്ത ക്വസ്റ്റ്യൻ, അക്ഷയ് ആൻഡ് ഭാരതി രണ്ടാൾക്കാരുണ്ട്. ഒരാൾ അക്ഷയ് ആണ്, രണ്ടാമത്തെ ആള് ഭാരതിയാണ്. രണ്ടാളും പാർട്ണേഴ്സ് ആണ്. അക്ഷയും ഭാരതിയും പാർട്ണേഴ്സ് ആണ്. ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഡിവൈഡ് ചെയ്യുന്നത് 3:2 3:2 പ്രോഫിറ്റ് വീതിക്കുന്നത്. അപ്പോൾ ഓൾഡ് റേഷ്യോ 3:2 ആണ്. നേരത്തെ പറഞ്ഞതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, പേര് മാറിയതേ ഉള്ളൂ. ദേ അഡ്മിറ്റ് ദിനേശ്. അവർ ദിനേശ് എന്ന് പറയുന്ന പുതിയ ഒരാളെ കൊണ്ടുവരാണ് ആസ് എ ന്യൂ പാർട്ണർ, പുതിയ പാർട്ണറായിട്ട്. അയാൾക്ക് എത്ര ഷെയർ കൊടുക്കും? 1/5 ഷെയർ കൊടുക്കും. ഫ്യൂച്ചർ പ്രോഫിറ്റിൽ 1/5 ഷെയർ. അപ്പൊ നേരത്തെ പറഞ്ഞതേപോലെ റിമൈനിങ് 4/5 ഉണ്ട്, ചെയ്യാൻ പറ്റും. എന്നാൽ വിച്ച് ആ 1/5 എന്ന് പറയുന്നത് he gets equally from അക്ഷയ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. നേരത്തെ ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു കാര്യം ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഈ 1/5 ഉണ്ടല്ലോ, ഈ 1/5 ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഫ്യൂച്ചറിൽ പ്രോഫിറ്റിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. ആർക്ക്? നമ്മുടെ ദിനേശിന്. ആരൊക്കെയാണ് അത് കൊടുക്കുന്നതെന്ന് അറിയോ? ഈക്വലി ഫ്രം അക്ഷയ് ആൻഡ് ഭാരതി. ഈക്വലി എന്ന് പറയുമ്പോൾ ഇതിനെ ഈക്വൽ ആക്കി മാറ്റണം നമുക്ക്. അപ്പൊ നമുക്കിത് ഈക്വൽ ആക്കി മാറ്റണമെങ്കിൽ എന്താ ചെയ്യാന്നുള്ളതാണ്. അതായത് ഈ 1/5 ഷെയർ 5ൽ ഒരു ഭാഗം മുറിച്ചു കൊടുക്കുകയാണ്. അതായത് അതിന് 5ൽ ഒരു ഭാഗത്തിന്റെ പകുതി നമ്മുടെ ആര് കൊടുക്കും? നമ്മുടെ അക്ഷയ് കൊടുക്കും. ബാക്കി പകുതി ഭാരതി കൊടുക്കും. രണ്ടാളെ കയ്യിൽ നിന്ന് ഈക്വൽ ആയിട്ടാണ് കിട്ടുന്നത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണാനാണ് ക്വസ്റ്റ്യൻ. നമുക്കിത് സോൾവ് ചെയ്യാം. എങ്ങനെയാണ് സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം കേട്ടോ. ശ്രദ്ധിക്കാം. ഇവിടെ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നോക്കാം. അക്ഷയാണ് നമ്മുടെ ആദ്യത്തെ ആള്. അക്ഷയുടെ ഓൾഡ് ഷെയർ. മക്കളെ റേഷ്യോ എത്രയായിരുന്നു? ഓൾഡ് റേഷ്യോ 3:2 ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. അക്ഷയും ഭാരതിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. അപ്പോൾ ഓൾഡ് ഷെയർ എങ്ങനെ കാണാം? 3:2 ആണെങ്കിൽ 3/5 ആണ് ഓൾഡ് ഷെയർ. ഇനി നമ്മുടെ ഭാരതിയുടെ ഓൾഡ് ഷെയർ എങ്ങനെ കാണാം? ഭാരതിയുടെ ഓൾഡ് ഷെയർ എത്രയാണ് മക്കളെ? 2/5 ആണ്. 2/5 ആണ് ഭാരതിയുടെ ഓൾഡ് ഷെയർ. എന്നാൽ ഇനി 1/5 ഷെയർ ആർക്കുള്ളതാണ്? നമുക്ക് നോക്കാം. 1/5 ഇവിടെ നമ്മൾ ആരാണ്? നമ്മുടെ അക്ഷയ്, ഭാരതി, ദിനേശ് അല്ലെ? ദിനേശിന്റെ ഓൾഡ് ഷെയർ എന്ന് പറയോ? ദിനേശിന്റെ ന്യൂ ഷെയർ. കാരണം ദിനേശ് പുതിയ ആളാണ്. 1/5 കൊടുക്കുക. എന്നാൽ ഈ 1/5 നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ പറ്റില്ല. റിമൈനിങ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ഇത് രണ്ടാളും ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ 1/5 ഞാൻ ഇങ്ങനെ എഴുതാണ് 2/10. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. കാരണം എന്താണെന്ന് അറിയോ മക്കളെ? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു കേക്ക് നിങ്ങളുടെ മുമ്പിലുണ്ട്. ആ കേക്കിനെ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? 2 പീസാക്കാണ്. ഒരു പീസ് നിങ്ങൾക്ക് തന്നു, ഒരു പീസ് ഞാനും എടുത്തു. അതായത് ഒരു കേക്കിനെ 2 പീസാക്കിയിട്ട് ഒരു പീസ് നിങ്ങൾക്ക് 1/2. മൊത്തം പീസ് എത്ര ഉണ്ട്? 2 പീസ്. അതിൽ ഒരു പീസ് നിങ്ങൾക്ക്, ഒരു പീസ് എനിക്ക്. 1/2 എന്ന് പറയാം. ഇനി ഞാൻ വേറൊരു കേസ് പറയാം. ഇതേ കേക്കിന്റെ കഷ്ണം ഇതിനെ ഞാൻ 4 പീസാക്കുകയാണ്. അതിൽ 2 നിങ്ങൾക്ക് തന്നു, 2 എനിക്ക്. അതായത് സെയിം കേക്കിനെ 4 പീസാക്കിയിട്ട് 2 പീസ് നിങ്ങൾക്ക്, 2 പീസ് എനിക്ക്. അപ്പോ ഇപ്പൊ തന്നത് എങ്ങനെയാണ്? നേരത്തെ തന്നത് എങ്ങനെയായിരുന്നു? 2 പീസിൽ ഒരു പീസ് നിങ്ങൾക്ക് തന്നു. ഇപ്പൊ 4 പീസാക്കിയിട്ട് 2 പീസ് തന്നു. ഇത് രണ്ടും കണക്കല്ലേ? ഈക്വൽ അല്ലേ? ഒരേ കേക്കിനെ 2 പീസാക്കിയിട്ട് പകുതിയല്ലേ ഒരു പീസ്? ഒരു കേക്കിന് 4 പീസാക്കിയിട്ട് പകുതിയല്ലേ 2 പീസ്? രണ്ടും ഈക്വൽ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1/5 എന്ന് പറഞ്ഞാൽ 2/10 ആണ്. നേരെ ഇറക്കിയാൽ മതി. ക്ലിയർ അല്ലേ പോയിന്റ്? 5 കഷ്ണാക്കിയിട്ട് ഒരു കഷ്ണം തരാന്ന് പറഞ്ഞാലും 10 കഷ്ണാക്കിയിട്ട് 2 കഷ്ണം തരാന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആണെന്ന് അർത്ഥം. ഓക്കെ, ഇത് ഞാൻ കാൽക്കുലേഷൻ എളുപ്പത്തിന് എങ്ങനെ ചെയ്തത്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കണേ, നമുക്ക് നോക്കാം. നമുക്കിവിടെ അക്ഷയിന്റെ ന്യൂ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ അക്ഷയുടെ ന്യൂ ഷെയർ നല്ല ശ്രദ്ധിക്കുക. അക്ഷയുടെ ന്യൂ ഷെയർ മക്കൾ, അക്ഷയുടെ ഓൾഡ് ഷെയർ എത്രയാണ്? അക്ഷയുടെ ഓൾഡ് ഷെയർ 5 3 കഷ്ണമാണ് അല്ലെ? അതായത് 3/5 മൈനസ് അതില് ഈ 1/5 ഞാൻ എന്താക്കി മാറ്റി? 2/10 ആക്കി. 1/5 രണ്ടാളും കൂടെ ഈക്വൽ ആയിട്ടാണ് കുറച്ച് കൊടുക്കണം. അപ്പൊ ഇതിന് മൈനസ് ചെയ്യണം. 3/5 1/5 മൈനസ് ചെയ്യാൻ പറ്റില്ല, 2/10 മൈനസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന്റെ പകുതി 2/10 പകുതി എത്ര മക്കളെ? 10 കഷ്ണത്തിൽ
2 കഷ്ണമാണ് ആകെ മൊത്തം എന്ന് പറഞ്ഞത് അല്ലെ. 10 കഷ്ണത്തിൽ 2 കഷ്ണം. ഇതിന്റെ പകുതി എത്രയാണ്? ആ 10 കഷ്ണത്തിൽ 2 കഷ്ണം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിന്റെ പകുതി എത്രയാണ്? 2 കഷ്ണത്തിന്റെ പകുതി 1 കഷ്ണം അല്ലേ, അതാണ് 1/10. പഠിക്കാൻ നല്ല സിമ്പിൾ ആണ്, ഈസിയാണ് സാധനം. നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. 10 കഷ്ണത്തിൽ 2 കഷ്ണം നിങ്ങൾക്ക് തന്നു, അതാണ് 2/10. അത് രണ്ടാളും കൂടെ ഈക്വൽ ആയിട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ ആ 2 കഷ്ണത്തിൽ 1 കഷ്ണം നിങ്ങളും 1 കഷ്ണം ഞാനും. ക്ലിയർലെ പോയിന്റ്? സിമ്പിൾ. അപ്പോൾ 1/10. അപ്പൊ അക്ഷയന്റെ പുതിയ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കുക? പഴയ ഷെയറിന് 1/10 അക്ഷയ കൊടുക്കും. 1/5 is equal to 2/10. അങ്ങനെ 2/10 പകുതി ആക്കി തന്നെ 1/10. ക്ലിയർലെ പോയിന്റ്? യെസ്. അപ്പൊ 3/5 മൈനസ് 1/10 എങ്ങനെ കണ്ടുപിടിക്കുക? മൈനസ് ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതാ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 3നെ 10 കൊണ്ട് ഗുണിക്കുക. ഇവിടെ നിന്നാണ് തുടങ്ങുക കേട്ടോ. 3നെ 10 കൊണ്ട് ഗുണിക്കുക. 3 10 എത്രയാണ്? 30 മൈനസ് 1നെ 5 കൊണ്ട് ഗുണിക്കുക. 1 5 എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ, പിന്നെ താഴെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 10 എത്ര ഉണ്ടാവും? 50. 30 മൈനസ് 5 25, 25/50 ഇങ്ങനെ വരും. ക്ലിയർ? ഇനി നെക്സ്റ്റ് നമ്മുടെ ഭാരതിയുടെ പുതിയ ഷെയർ കണ്ടുപിടിക്കണം. ഭാരതിയുടെ ന്യൂ ഷെയർ. അപ്പൊ ഞാനത് എഴുതാൻ പോവാണ്. ഭാരതീസ് ന്യൂ ഷെയർ. ഭാരതീസ് ന്യൂ ഷെയർ. മക്കളെ, ഭാരതിന്റെ ഓൾഡ് ഷെയർ എത്രയാ? 2/5. അതിൽ 1/10 കൊടുക്കൂലേ? 2/10 ആണ് മൊത്തം രണ്ടാളും കൂടെ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ പകുതി 1/10 ഭാരതി എടുക്കും, 1/10 അക്ഷയ എടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ 1/10 ഭാരതി നിന്നും പോകും. ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? 2 × 10 അല്ലെ. 2 × 10 എത്രയാണ്? 20. 1 × 5 എത്രയാണ്? 5. 5 10 എത്രയാണ്? 50. 20 മൈനസ് 5 15, 15/50 വരും. ഇനി നമ്മുടെ മറ്റേ ആളാരാണ്? നമ്മുടെ പുതിയ ആളാരാണ്? ദിനേശ്. ദിനേശിന്റെ ന്യൂ ഷെയർ. ദിനേശിന്റെ ന്യൂ ഷെയർ എത്രയാണ്? 1/5 അല്ലേ കിട്ടുക? ദിനേശിന് 1/5 അല്ലേ കിട്ടുക? ഈ 1/5 ഞാൻ അൻപിക്ക് മാറ്റുക. ഇവിടെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 10 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ എത്ര ഗുണിക്കുക? 10 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 10/50 ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ റേഷ്യോ എങ്ങനെ വരാന്നറിയോ? എഴുതി ഇവിടെ നമുക്ക് താഴെ എഴുതി കൊടുക്കാം. ന്യൂ റേഷ്യോ ബിറ്റ്വീൻ ആരാ ആൾക്കാര്? അക്ഷയ് കോമ ഭാരതി ആൻഡ് ദിനേശ്. അക്ഷയ് കോമ ഭാരതി ആൻഡ് ദിനേശ് എത്രയാ വരിക? 25:15 25:10. 25:15. ഇതിനെ ഷോർട്ട് ആക്കാം കേട്ടോ. അതെങ്ങനെ ഷോർട്ട് ആക്കുക? ഇതിനെ ഷോർട്ട് ആക്കുമ്പോൾ 5:3:2 വരും. ഇതിനെ ഷോർട്ട് ആക്കി എഴുതാൻ പറ്റും 5:3:2. 5:3:2 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഇത് അവിടെ കാണാൻ പറ്റും. 5:3:2. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി ഇല്ലസ്ട്രേഷൻ 3, മൂന്നാമത്തെ ഇല്ലസ്ട്രേഷൻ ആണ്. ഇല്ലസ്ട്രേഷൻ 3 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അൻഷു ഉണ്ട്, അതേപോലെ ആരുണ്ട്? നീതു ഉണ്ട്. ആർ പാർട്ണേഴ്സ്. അൻഷും നീതുവും എന്താണ്? പാർട്ണേഴ്സ് ആണ്. പ്രോഫിറ്റും ലോസും വീതിക്കുന്ന റേഷ്യോ 3:2 ആണ്. 3:2 അവർ എന്ത് വീതിക്കുന്നത്? പ്രോഫിറ്റും ലോസും എന്ത് ചെയ്യുന്നത്? വീതിക്കുന്നത്. അവർ അഡ്മിറ്റ് ചെയ്യാണ്, കൊണ്ടുവരാണ് ജ്യോതി. അവർ ജ്യോതിയെ കൊണ്ടുവരുന്നു ആസ് എ ന്യൂ പാർട്ണർ. ഒരു പുതിയ പാർട്ണർ ആയിട്ട് ജ്യോതി വരികയാണ്. മക്കളെ ശ്രദ്ധിക്കുക, ഇതാണ് ഓൾഡ് റേഷ്യോ 3:2 അല്ലെ. ഓൾഡ് പാർട്ണേഴ്സ് അൻഷും നീതുവും. അതിന് പുതിയ പാർട്ണറായിട്ട് ആര് വരികയാണ്? ജ്യോതി വരികയാണ്. ജ്യോതിക്ക് എത്ര ഷെയർ കൊടുക്കും? 3/10. അപ്പൊ റിമൈനിങ് ഷെയർ 2/, അങ്ങനെയൊക്കെ നമുക്ക് പറയാം അല്ലെ. 3/10 ആർക്ക് കൊടുക്കും? ജ്യോതി കൊടുക്കും. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഉണ്ട്. ആ 3/10 എങ്ങനെ കിട്ടുന്ന അറിയോ? 2/10 അൻഷുവിന്റെ കയ്യിൽ നിന്ന് കിട്ടും. ആ 3/10 2/10 അൻഷു കൊടുക്കും, ആൻഡ് 1/10 ആര് കൊടുക്കും? നീതു കൊടുക്കും. പുതിയ റേഷ്യോ കണ്ടുപിടിക്കുക. ഇത് വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാന്നറിയോ? ആദ്യം നമ്മൾ എഴുതാണ്. നമ്മുടെ ഫസ്റ്റ് ആളാരാണ്? അൻഷു അല്ലേ. അൻഷുവിന്റെ ഓൾഡ് ഷെയർ ആദ്യം എഴുതി വെക്കാം. അൻഷൂസ് ഓൾഡ് ഷെയർ. മക്കളെ, റേഷ്യോ എത്രയാണ്? ഈ അൻഷു നീതു നമ്മളുടെ റേഷ്യോ എത്രയാണ്? 3:2 അല്ലേ. 3:2 ആണ് റേഷ്യോ. 3:2 ആണെങ്കിൽ അൻഷുവിന്റെ ഓൾഡ് ഷെയർ എങ്ങനെ കണ്ടുപിടിക്കുക? 3/5. ഇതാണ് അൻഷുവിന്റെ ഓൾഡ് ഷെയർ. നെക്സ്റ്റ് അടുത്ത ആളാരാ? അടുത്ത ആള് നീതു ആണ്. നീതൂസ് ഓൾഡ് ഷെയർ. അപ്പൊ നീതുവിന്റെ എത്ര ആയിരിക്കും മക്കളെ? 2/5 ആയിരിക്കും. ഇനി നമ്മുടെ പുതിയ ആളാരാണ്? ജ്യോതി അല്ലേ. ജ്യോതിന്റെ ഓൾഡ് ഷെയർ എന്ന് പറയോ? ഇല്ല. ജ്യോതിസ് ന്യൂ ഷെയർ. ജ്യോതിന് ന്യൂ ഷെയർ എത്രയാണ്? 3/10 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ജ്യോതിക്ക് പുതിയ ഷെയർ കൊടുക്കുന്നത് 3/10 ആണ്.
പക്ഷേ ഈ 3/10 നമ്മൾ റിമൈനിങ് എന്ന് വെച്ചല്ല ചെയ്യുക, ആദ്യം ചെയ്ത പോലെയല്ല. ഈ 3/10 2/10 അൻഷു കൊടുക്കുന്നു, 1/10 ആര് കൊടുക്കുന്നു, നീതു കൊടുക്കുന്നു. അപ്പൊ അതിന് കുറച്ചാൽ മതി, വളരെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും, നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. അപ്പൊ എങ്ങനെ ചെയ്യാന്നറിയോ, എഴുതാം അൻഷൂസ് ന്യൂ ഷെയർ. ഫസ്റ്റ് എങ്ങനെ എഴുതാന്നറിയോ, അൻഷൂസ് ന്യൂ ഷെയർ, അൻഷുവിന്റെ പുതിയ ഷെയർ, അൻഷൂസ് ന്യൂ ഷെയർ. എങ്ങനെ കാണും മക്കളെ, അൻഷുവിന്റെ ഓൾഡ് ഷെയർ എത്രയാണ്, 3/5. ഞാൻ ഇവിടെ നിർത്തും, 3/5. അതില് 2/10 കുറക്കണം. 2/10 ആർക്ക് കൊടുക്കാണ്, നമ്മുടെ ജ്യോതിക്ക് കൊടുക്കാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഈ 3നെ എത്ര കൊണ്ട് ഗുണിക്കുക, 10 കൊണ്ട് ഗുണിക്കുക. 3 × 10 30 മൈനസ് ഈ 2നെ 5 കൊണ്ട് ഗുണിക്കുക, എത്രയാണ്, 2 5 10. പിന്നെ 5നെ 10 കൊണ്ട് ഗുണിക്കുക, 5 10 50. 30 മൈനസ് 10 20, 20/50. ഇതാണ് നമ്മുടെ അൻഷുവിന്റെ പുതിയ ഷെയർ. ഇനി അടുത്ത ആളാരാണ്, നമ്മുടെ അടുത്ത ആള് വരുന്നത് നമ്മുടെ നീതു ആണ്. നീതുവിന്റെ ഓൾഡ് ഷെയർ, സോറി നീതുവിന്റെ ന്യൂ ഷെയർ, നീതുവിന്റെ ന്യൂ ഷെയർ കണ്ടുപിടിക്കണം. നീതുവിന്റെ ഓൾഡ് ഷെയർ എത്ര മക്കളെ, 2/5 അല്ലേ. ഈ 2/5 നീതുവിന്റെ ഓൾഡ് ഷെയർ. അപ്പൊ 2/5 ഞാൻ ഇവിടെ എഴുതി, 2/5. അതിൽ നിന്ന് 1/10 ആർക്ക് കൊടുക്കാണ്, ജ്യോതിക്ക് കൊടുക്കാണ്. ഇതെങ്ങനെ ചെയ്യാം, ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മൈനസ് ആകുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 2 10 20. പിന്നെ ഇവിടെ നിന്നിട്ട് ഒരു 5 മൈനസ് ചെയ്യുക, 5 10 ഡിവൈഡ് ചെയ്യുക 50. അപ്പൊ 20 മൈനസ് 5 15, 15/50. ഇനി നമ്മുടെ ജ്യോതിയുടെ ഷെയർ, ജ്യോതിസ് ന്യൂ ഷെയർ, ജ്യോതിസ് ന്യൂ ഷെയർ. മക്കളെ ജ്യോതിയുടെ പുതിയ ഷെയർ കണ്ടുപിടിക്കണം. ജ്യോതിയുടെ പുതിയ ഷെയർ എത്രയാണെന്നറിയോ, ക്വസ്റ്റ്യൻ ഉണ്ട്, 3/10 ആണ് അല്ലെ, 3/10 ആണ്. പക്ഷേ നമ്മൾ ഇതിന് എത്രയ്ക്ക് മാറ്റണം, ഇവിടെ 50 അല്ലേ, ഈ 50ലേക്ക് മാറ്റണം. അപ്പൊ എങ്ങനെ ആവുക, 3/10 50ലേക്ക് മാറ്റണമെങ്കിൽ എങ്ങനെ ആവാം, ഇവിടെ 5 കൊണ്ട് ഗുണിച്ചാൽ 50 ആവും. അപ്പോൾ മേലെ എത്ര, 5 കൊണ്ട് ഗുണിക്കുക, 3 5 15 15 50. അപ്പൊ നമുക്ക് റേഷ്യോ കാണാൻ പറ്റും. റേഷ്യോ എങ്ങനെ എഴുതാന്നറിയോ, എഴുതാ ന്യൂ റേഷ്യോ ബിറ്റ്വീൻ ആരൊക്കെയാണ്, അൻഷു നീതു ആൻഡ് ജ്യോതി വിൽ ബി എത്ര ആയിരിക്കും, 20:15:15. എങ്ങനെ എഴുതുക, 20:15:15. ഇതിനെ ഷോർട്ട് ആക്കാം അല്ലെ, 4:3:3 ആക്കാം. ഇങ്ങനെ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഇതാണ് 4:3:3. ക്ലിയർ. ഇതാണ് ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ ആൻസർ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഡിസ്കസ് ചെയ്യുന്നത്, റാമും ശ്യാമും അല്ലെ, റാമും ഉണ്ട് ശ്യാമും ഉണ്ട്. ഇവർ രണ്ടാളും ബിസിനസ്സിൽ എന്താണ്, പാർട്ട്നേഴ്സ് ആണ്. പ്രോഫിറ്റും ലോസും വീതിക്കുന്ന റേഷ്യോ എത്രയാണ്, 3:2 ആണ്. ഇതാണ് ഓൾഡ് റേഷ്യോ. ദേ അഡ്മിറ്റ്, അവര് കൊണ്ടുവരാണ്, ആരെ കൊണ്ടുവരാണ്, ഗൺശ്യാം എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവരാണ്. ഗൺശ്യാം ഒരു വെറൈറ്റി പേര്, ഗൺശ്യാമിനെ കൊണ്ടുവരാൻ പുതിയ പാർട്ണറായിട്ട് കൊണ്ടുവരാണ്. ക്ലിയർ. നെക്സ്റ്റ് റാം സറണ്ടേഴ്സ്, റാം സറണ്ടർ ചെയ്യാണ്. സറണ്ടർ ചെയ്യാന്നാണ് എന്തറിയോ, വിട്ടുകൊടുക്കുകയാണ്. സറണ്ടർ ചെയ്യാന്നാണ് വിട്ടുകൊടുക്കുക. എത്ര വിട്ടുകൊടുക്കുന്ന അറിയോ, 1/4 എന്നല്ല പറഞ്ഞത്, 1/4 ഓഫ് ഹിസ് ഷെയർ. ലിസൺ കെയർഫുള്ളി, 1/4 ഓഫ് ഹിസ് ഷെയർ. എന്താ പറഞ്ഞതിനർത്ഥം, അയാളുടെ ഓൾഡ് ഷെയറിന്റെ 1/4 വിട്ടുകൊടുക്കും. അപ്പൊ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് നേരത്തെ പറഞ്ഞ പോലെ അല്ല. നേരത്തെ 3/10 2/10 കൊടുക്കുന്നു പറഞ്ഞാൽ നേരെ മൈനസ് ചെയ്താൽ മതി. ഈക്വൽ ആയിട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ നേരെ മൈനസ് ചെയ്താൽ മതി. ഇതല്ല പറഞ്ഞത്, അയാളുടെ ഷെയറിന്റെ എത്ര ഭാഗം കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ശരിക്കും ആ ഭാഗം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് കുറയ്ക്കണം. ക്ലിയർ. നല്ല ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെ പറഞ്ഞാൽ. ആൻഡ് ശ്യാം അയാളുടെ ഷെയറിന്റെ 1/3 കൊടുക്കുന്നുണ്ട്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണണം, റാമും ശ്യാമും ഗൺശ്യാമും തമ്മിലുള്ള. നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഫ്ലോയിൽ അങ്ങനെ 3 ക്വസ്റ്റ്യൻ തീർന്നു. 4ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർക്കാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ആളാരാണ്, റാമിന്റെ ഓൾഡ് ഷെയർ. പയർ റേഷ്യോ 3:2 ആണ്. അപ്പൊ റാമിന്റെ ഓൾഡ് ഷെയർ എങ്ങനെ കണ്ടുപിടിക്കുക, ക്വസ്റ്റ്യൻ നോക്കാം. റാമിന്റെ ഓൾഡ് ഷെയർ കാണുമ്പോൾ 3:2 അല്ലേ, അപ്പൊ 3/5 വരും. റാമിന്റെ ഓൾഡ് ഷെയർ എത്രയാണ് മക്കളെ, 3/5. ഓക്കെ, നെക്സ്റ്റ് ആളാരാ, നെക്സ്റ്റ് ആള് നമ്മുടെ ശ്യാം അല്ലെ. ശ്യാമിന്റെ ഓൾഡ് ഷെയർ എത്ര ഉണ്ടാവും, 2/5 ഉണ്ടാവും. അപ്പൊ റാമിന്റെ ഓൾഡ് ഷെയർ 3/5ഉം ശ്യാമിന്റെ ഓൾഡ് ഷെയർ 2/5ഉം. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് പുതിയൊരാൾ വരുന്നുണ്ട്. ആരാ പുതിയ ആള് വരുന്നത്, നമ്മുടെ പുതിയ ആളാരാണ്, നമ്മുടെ പുതിയ ആള് ഗൺശ്യാമാണ് അല്ലെ. ഗൺശ്യാമിന് എത്ര കൊടുക്കാന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല.
എത്ര കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ റാമിന്റെ 1/4 കൊടുക്കും, അതേപോലെ ഷെയറിന്റെ 1/4 കൊടുക്കും, ശ്യാം അയാളുടെ ഷെയറിന്റെ 1/3 കൊടുക്കും. അപ്പൊ ആദ്യം കണ്ടുപിടിക്കണത്. അപ്പൊ നമ്മള് ഇവിടെ അത് ശരിക്കും കണ്ടുപിടിക്കാനുണ്ട്, നോക്കാം എത്രയാണ് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ നമ്മള് എങ്ങനെ അത് കണ്ടുപിടിക്കും നോക്കാം. ശ്രദ്ധിക്കുക, റാം എത്ര രൂപ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഇവര് പുതിയൊരാൾക്ക് കൊടുക്കുന്നതിന് പറയുന്ന പേര് സാക്രിഫൈസ് എന്നാണ്. റാം എത്ര ഭാഗം സാക്രിഫൈസ് ചെയ്യുന്നത് കണ്ടുപിടിക്കണം. ഇത് വളരെ സിമ്പിൾ ആണ്. റാമിന്റെ ഓൾഡ് ഷെയർ എത്ര മക്കളെ? 3/5 അല്ലേ? ഇതാണ് ഓൾഡ് ഷെയർ. ആ 3/5ന്റെ എത്ര ഭാഗം സറണ്ടർ ചെയ്യുന്നുണ്ട്? ദേ അഡ്മിറ്റ് ഗൺശ്യാം ആസ് എ ന്യൂ പാർട്ണർ. റാം സറണ്ടർ ചെയ്യുന്നു ഹിസ് ഷെയർ. അയാളുടെ ഷെയർ എത്രയാണ്? 3/5. അതിന്റെ 1/4. 3/5ന്റെ 1/4 കണ്ടുപിടിക്കണം. അപ്പൊ 3/5ന്റെ 1/4 ഇന്റെ എന്നൊക്കെ പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 3/5ന്റെ 1/4. അപ്പൊ 3/5 ആണ് അയാളുടെ ഷെയർ. അതിന്റെ 1/4 സാക്രിഫൈസ് ചെയ്യും. അപ്പൊ ആദ്യം കണ്ടുപിടിച്ചിട്ട് കുറയ്ക്കണം. മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ നേരെ ചെയ്യണം. ഒരു 3, 3, 5, 4, 20. 3/20 ആണ് ഇയാൾ സാക്രിഫൈസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ റാമിന്റെ ന്യൂ ഷെയർ കാണാമെന്നറിയോ? റാമിന്റെ ന്യൂ ഷെയർ എങ്ങനെ കാണാം മക്കളെ? റാമിന്റെ ഓൾഡ് ഷെയർ എത്രയായിരുന്നു? 3/5 ആണ് അല്ലേ? അതിൽ എത്ര ഭാഗം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്? 3/20. അത് കുറക്കുക. 3/5 ഒന്ന് 3/20 കുറച്ചാൽ എത്രയാണ് റാമിന്റെ ബാക്കിയുള്ളത് കിട്ടും. അതാണ് ന്യൂ ഷെയർ. ഇത് മൈനസ് ചെയ്യാനാണ്. മൈനസ് ആകുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 3 × 20 ചെയ്യുമ്പോൾ 60 വരും. 3 × 5 ചെയ്യുമ്പോൾ 15 വരും. 5 × 20 ചെയ്യുമ്പോൾ എത്ര വരും? 100 വരും. 60 - 15 ചെയ്യുമ്പോൾ 45 വരും. 45/100 ഇങ്ങനെയാണ് വരിക. നെക്സ്റ്റ് നമ്മുടെ അടുത്ത ആളാരാണ്? അടുത്ത ആള് ശ്യാമാണ്. ശ്യാമിന്റെ സാക്രിഫൈസ് ആദ്യം കാണണം. ശ്യാമിന്റെ സാക്രിഫൈസ് മക്കളെ, ശ്യാമിന്റെ ഓൾഡ് ഷെയർ എത്രയാണ്? ശ്യാമിന്റെ ഓൾഡ് ഷെയർ 2/5 അല്ലേ? 2/5 ആണ്. അതിൽ എത്ര ഭാഗം ശ്യാം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്? ശ്യാം എത്ര ഭാഗം നമ്മുടെ ഗൺശ്യാമിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്? ശ്യാം അയാളുടെ ഷെയർ എത്രയാണ് മക്കളെ? 3:2 ആകുമ്പോൾ 2/5 ആണ്. അതിന്റെ 1/3 സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. 1/3 2/5ന്റെ 1/3. അപ്പോൾ ആദ്യം കാണണം. 2/5ന്റെ 1/3 സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. 2/5 × 1/3 ഇത് കണ്ടുപിടിക്കണം. 1, 2, 2, 5, 3, 15 ഇങ്ങനെയാണ് വരിക. അപ്പോൾ 2/15 ആണ് സാക്രിഫൈസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ റാമിന്റെ ന്യൂ ഷെയർ കാണണം. റാമല്ല, നമ്മുടെ ശ്യാം അല്ലേ? ശ്യാമിന്റെ ന്യൂ ഷെയർ കാണാം. ശ്യാം ന്യൂ ഷെയർ എങ്ങനെ കാണാം മക്കളെ? ശ്യാമിന്റെ ഓൾഡ് ഷെയർ എത്രയാണ്? ഓൾഡ് ഷെയർ 2/5 അല്ലേ? 2/5 അല്ലേ? ഇതാണ് ഓൾഡ് ഷെയർ. ശ്യാമിന്റെ ഓൾഡ് ഷെയർ 2/5. അതിൽ 2/15 സാക്രിഫൈസ് ചെയ്യുന്നില്ലേ? 2/15 അത്രയും പൈസ അയാൾ സാക്രിഫൈസ് ചെയ്യണം. അപ്പോൾ ഇത് കുറക്കുമ്പോൾ എങ്ങനെ? 2 15 എത്ര വരും? 2 15 30. 2 5 10. 5 15 എത്രയാണ്? 5 15 75 അല്ലേ? ഇങ്ങനെ വരും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 30 - 10 20. 20/75 വരും. ഓക്കെ. നെക്സ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ആളാരാ? അടുത്ത ആള് നമ്മുടെ ഹു ഈസ് നെക്സ്റ്റ്? നമ്മുടെ ഗൺശ്യാം അല്ലേ? അപ്പൊ ഗൺശ്യാമിന് എത്ര കിട്ടും കണ്ടുപിടിക്കണം. ഗൺശ്യാമിന് എത്ര കിട്ടും? അപ്പൊ ഗൺശ്യാമിന് എത്ര കിട്ടുന്ന എങ്ങനെ കണ്ടുപിടിക്കും? ഗൺശ്യാമിന്റെ ന്യൂ ഷെയർ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഗൺശ്യാമിന്റെ ന്യൂ ഷെയർ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ലിസൺ. ഗൺശ്യാമിന്റെ ന്യൂ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചാൽ ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളാം. ഗൺശ്യാമിന്റെ കേസിൽ ഗൺശ്യാമിന്റെ ന്യൂ ഷെയർ എത്രയെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ റാം സാക്രിഫൈസ് ചെയ്യുന്നത് 3/20 അല്ലേ? 3/20 ആണ്. അത് ശ്യാം സാക്രിഫൈസ് ചെയ്യുന്നത് 2/15 അല്ലേ? ഈ 3/20യും 2/15 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഗൺശ്യാമിന്റെ ഷെയർ കിട്ടും. അതായത് ഇവിടെ പഠിക്കേണ്ട പോയിന്റ് ഇതാണ്. ഈ റാം എന്തിനു വേണ്ടിയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്? റാം സാക്രിഫൈസ് ചെയ്യുന്നത് ഗൺശ്യാമിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഗൺശ്യാമിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന പോർഷൻ എത്രയാണ്? 3/20. അപ്പൊ അത് ഗൺശ്യാമിന് കിട്ടും. അതുപോലെ ശ്യാം എത്ര സാക്രിഫൈസ് ചെയ്യുന്നത്? 2/15 അല്ലേ? അപ്പൊ അതും ആർക്ക് കിട്ടും? ഗൺശ്യാമിന് കിട്ടും. അപ്പൊ ഗൺശ്യാമിന് എന്താ കിട്ടുക? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റാമിന്റെ സാക്രിഫൈസ്, റാംസ് സാക്രിഫൈസ് പ്ലസ് ശ്യാം സാക്രിഫൈസ്. ഇവിടെ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ കൂടെ ചെയ്യാണ്ട് റാമിന്റെ സാക്രിഫൈസും ശ്യാമിന്റെ സാക്രിഫൈസും പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൺശ്യാമിന്റെ ഷെയർ കിട്ടും. കാരണം അത് സാക്രിഫൈസ് എന്ന് ഗൺശ്യാമിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3/20യും 2/15 ആഡ് ചെയ്താൽ മതി.
3/20 പ്ലസ് 2/15. ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യാം? 3/20 പ്ലസ് 2/15 എങ്ങനെ സോൾവ് ചെയ്യും? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 3 15 എത്രയാണ്? 3 15 45 അല്ലേ? മൈനസ് 2 20 എത്ര? മൈനസ് അല്ല, പ്ലസ് ആകുമ്പോൾ പ്ലസ് ഇടുക. 2 20 എത്രയാണ്? 40 ഡിവൈഡഡ് ബൈ 20 × 15. 20 × 15 നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടും 300. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 85/300 ആണ്. ഇത് നമ്മൾ ഷോർട്ടാക്കി കഴിഞ്ഞാൽ, ഇതിനെ നമ്മൾ റൗണ്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 17/60 എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റും. 17/60 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ കിട്ടാൻ പറ്റും. പിന്നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 300 / 5 ചെയ്യുമ്പോൾ 60 കിട്ടും. അപ്പം മേലെ അതേപോലെ ഡിവൈഡ് ചെയ്യുക. 85 / 5 ചെയ്യുമ്പോൾ 17 കിട്ടും. 17/60 ഇതാണ് ഗൺശ്യാമിൻ്റെ ന്യൂ ഷെയർ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റാമിൻ്റെ ന്യൂ ഷെയർ 45/100 നമ്മൾ കണ്ടുപിടിച്ചു. ഈ 45/100 റാമിൻ്റെ ന്യൂ ഷെയർ. അതേപോലെ ശ്യാമിൻ്റെ ന്യൂ ഷെയർ 20/75 നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൺശ്യാമിൻ്റെ ന്യൂ ഷെയർ എത്രയാണ്? 17/60 അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്യണം എന്നറിയോ? ഒരേ ലെവലിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കുക. ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ലിസൺ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാ നമ്മുടെ ആൻസറിൽ നോക്കുക. 3/5 ആണ് റാമിൻ്റെ ഓൾഡ് ഷെയർ. അപ്പോൾ അതിനെ 3/20 വന്നു അല്ലേ? ആ 3/20 എങ്ങനെയാണ് 9/20 ആയതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് 9/20 ആയത് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ശ്രദ്ധിക്കുക, നമ്മൾ 45/100 എന്നല്ലേ പറഞ്ഞത്? 45/100. ഈ 45/100 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്ര ആവും എന്നറിയോ? 40. ഇവിടെ 9 ആവും, ഇവിടെ എത്ര ആവും? 20 ആവും. അങ്ങനെയാണ് ഈ 9/20 ആയത് കേട്ടോ. അതായത് നമ്മുടെ ഈ കേസിൽ ശ്രദ്ധിക്കുന്ന പോയിന്റ് ഇതാണ്. നമ്മുടെ റാമിൻ്റെ ന്യൂ ഷെയർ, റാംസ് ന്യൂ ഷെയർ 45/100 ആണ് അല്ലേ? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവിടെ ഉണ്ട് 45/100. ഈ 45/100 നമ്മൾ റൗണ്ട് ആക്കിയിട്ട് എത്ര ആക്കി മാറ്റാം? മാക്സിമം 9/20 ആക്കി മാറ്റാം. ഇനി നെക്സ്റ്റ് നമ്മുടെ അടുത്ത ആളാരാണ്? ശ്യാം അല്ലേ? ശ്യാമിൻ്റെ ന്യൂ ഷെയർ. ശ്യാമിൻ്റെ ന്യൂ ഷെയർ നമ്മൾ എത്ര കണ്ടുപിടിച്ചത്? 20/75 ആണ് അല്ലേ? 20/75. എങ്ങനെയാണ് 20/75 വന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് 20/75 ഇവിടെ എഴുതിയിട്ടുള്ളത് 4/15 ആണ്. 4/15. ഈ 4/15 എങ്ങനെ വന്നതെന്ന് അറിയോ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓർ 20/75 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ആവും? 20/5 4, 75/5 15. ഇങ്ങനെയാണ് 4/15 ആയത്. ഇനി നമ്മുടെ അടുത്ത ആളാരാണ്? ഗൺശ്യാമാണ്. ഗൺശ്യാമിൻ്റെ ന്യൂ ഷെയർ. ഗൺശ്യാമിൻ്റെ ന്യൂ ഷെയർ നമ്മൾ കണ്ടുപിടിച്ചത് 85/300 ആണ്. ഇതിന് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 85/300 ഇത് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്രയായിട്ട് മാറി? 17/60 ആയിട്ട് മാറി. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഒരു കോമൺ ആക്കി മാറ്റണം. അതായത് ഏതെങ്കിലും ഒരു ഫാക്ടറിലേക്ക് നമ്മൾ കോമൺ ആക്കി മാറ്റണം. നമുക്കിതിനെ 60ലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 60ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരിക എന്നുള്ളത് നോക്കാം. ഡിസൈൻ ശ്രദ്ധിക്കാം. ഇവിടെ ന്യൂ റേഷ്യോ ബിറ്റ്വീൻ റാം, ശ്യാം ആൻഡ് ഗൺശ്യാം വിൽ ബി, നമ്മൾ കണ്ടുപിടിക്കണം. 9/20 ഉണ്ട്, അതേപോലെ 4/15 ഉണ്ട്, 17/60 ഉണ്ട്. ഇതിനെ നമുക്ക് 60ലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുക? ഈ 20നെ 60ക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഗുണിക്കുക. പിന്നെ ഈ 15നെ 60ക്ക് ആക്കണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കുക? 4 കൊണ്ട് ഗുണിക്കുക. ഈ 4നെ എത്ര കൊണ്ട് ഗുണിക്കുക? 4 കൊണ്ട് ഗുണിക്കുക. പിന്നെ ഈ 17/60 ഓൾറെഡി 60ലാണ്. അപ്പോൾ എങ്ങനെ വരിക എന്നറിയോ? 9 × 3 എത്രയാണ്? 27 അല്ലേ? ഈസ്റ്റു 4 × 4 എത്രയാണ്? 16 അല്ലേ? ഈസ്റ്റു 17. 27:16:17 ആണ് ആൻസർ വരിക. ഇത് ഈ രീതിയിൽ സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. നല്ല ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എത്രയാണ് നമ്മുടെ ആൻസർ കിട്ടിയത്? 27:16:17. ഇതന്നെയാണ് നമ്മുടെ ആൻസർ. നോക്കാം. 27:16:17 കിട്ടും. ഇനി ഒരു ഇല്ലസ്ട്രേഷനും കൂടെ ഇതിലുണ്ട്. ഇല്ലസ്ട്രേഷൻ 5. അഞ്ചാമത്തെ ഇല്ലസ്ട്രേഷൻ. ദാസ് ആൻഡ് സിൻഹ, രണ്ടാൾക്കാരുണ്ട്. ഒന്ന് ദാസ് ആണ്, രണ്ടാമത്തെ ആളാരാണ്? സിൻഹ ആണ്. ഇവർ രണ്ടാളും എന്താണ്? ബിസിനസിന്റെ പാർട്ണേഴ്സ് ആണ്. ഫേമിൽ ബിസിനസിന്റെ പാർട്ണേഴ്സ് ആണ്. പ്രോഫിറ്റ് വീതിക്കുന്നത് 4:1 അതായത് ഓൾഡ് റേഷ്യോ. ദാസിന്റെയും സിൻഹയുടെയും ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 4:1 ആണ്. ദേ അഡ്മിറ്റഡ് പാൽ. അവർ പാൽ എന്ന് പറയുന്ന പുതിയ ആൾ അഡ്മിറ്റ് ചെയ്യാണ്. പുതിയ പാർട്ണറായിട്ട് 1/4 ഷെയർ ആണ് പ്രോഫിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ 3/4 എന്നാണ് ദാസിനും സിൻഹക്കും ഉണ്ടാവും. വിച്ച് ഹി അക്വയർഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഉണ്ട്. ഈ 1/4 മുഴുവനായിട്ട് ആരെ കയ്യിൽ നിന്നാണ്? ഹോളി ഫ്രം ദാസ്. അത് മുഴുവൻ ദാസിന്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ സിൻഹയുടെ കയ്യിൽ
നിന്ന് ഒരു ഷെയറും പോകുന്നില്ല, ഫുള്ള് ദാസാണ് 1/4 കൊടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് സോൾവ് ചെയ്യാന്ന് കാണിച്ചു തരാം, നോക്കിക്കോ. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട പോയിന്റ്, ദാസിന്റെ ഓൾഡ് ഷെയർ എത്രയാണ്? ദാസിന്റെ ഓൾഡ് ഷെയർ, ദാസ് ഓൾഡ് ഷെയർ. മക്കളെ ശ്രദ്ധിക്കുക, ദാസിന്റെ ഓൾഡ് ഷെയർ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ 4:1 അല്ലേ, അപ്പോൾ 4/5 ആണ് ദാസിന്റെ ഓൾഡ് ഷെയർ. ഓക്കെ, നെക്സ്റ്റ് ആളാരാണ്? ദാസ് കഴിഞ്ഞ അടുത്ത ആളാരാണ്? സിൻഹയാണ് അല്ലേ. സിൻഹയുടെ ഓൾഡ് ഷെയർ എങ്ങനെ കണ്ടുപിടിക്കുക? സിൻഹ ഓൾഡ് ഷെയർ, സിൻഹയുടെ ഓൾഡ് ഷെയർ 4:1 അല്ലേ, അപ്പോൾ 1/5 ഉണ്ടാവും. ഇനി നെക്സ്റ്റ് നമ്മുടെ പാലാണ്. പാലിന്റെ ന്യൂ ഷെയർ, കാരണം അയാൾ പുതിയ പാർട്ണർ അല്ലേ, അപ്പോൾ ന്യൂ ഷെയർ ഉണ്ടാവും. ന്യൂ ഷെയർ എത്ര അയാൾക്ക് കൊടുക്കുന്നത്? 1/4 ആണ് അല്ലേ, 1/4. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ദാസിന്റെ ന്യൂ ഷെയർ കണ്ടുപിടിക്കണം. ദാസിന്റെ ന്യൂ ഷെയർ. മക്കളെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഉണ്ട്. 4/5 ആണ് ദാസിന്റെ ഓൾഡ്. അതിന് ഈ 1/4 പൗതി അല്ല വീതിക്കുന്നത്, മുഴുവനായിട്ട് ദാസിന്റെ നിന്നാണ് കുറയ്ക്കേണ്ടത്. ഹോളി ഫ്രം ദാസ് ആണ് മുഴുവൻ ഏറ്റെടുക്കുന്നത്. സോ 1/4 ദാസിന്റെ നിന്ന് കൊടുക്കുക. അപ്പോൾ 4 × 4 എത്ര വരും? 16 വരും. 1 × 5 എത്ര വരും? 5 വരും. 5 × 4 എത്ര വരും? 20 വരും. 16 - 5 11, 11/20 ആണ് ആൻസർ കിട്ടുക, ദാസിന്റെ ന്യൂ ഷെയർ കിട്ടുക. ഇനി നെക്സ്റ്റ് ആളാരാണ്? സിൻഹയാണ്. സിൻഹയുടെ ന്യൂ ഷെയർ, സിൻഹയുടെ ന്യൂ ഷെയർ. സിൻഹന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പോകുന്നുണ്ടോ? ഓൾഡ് ഷെയർ 1/5 അല്ലേ, ഇതന്നെ ആയിരിക്കും ന്യൂ ഷെയർ, കാരണം സിൻഹ ഒന്നും ഏറ്റെടുക്കുന്നില്ല, അപ്പോൾ 1/5 ആയിരിക്കും. ഇനി പാലിന്റെ ന്യൂ ഷെയർ, പാലിന്റെ ന്യൂ ഷെയർ ക്വസ്റ്റ്യൻ ഉണ്ട്, എത്രയാണ്? 1/4 ആണ്. ഇതിനെ നമ്മൾ കോമൺ ആക്കി മാറ്റണം, ഇതിനെ 20ലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സിൻഹന്റെ 20ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? ഇവിടെ 5ന് നമ്മൾ 4 കൊണ്ട് ഗുണിക്കണം, മേലെ 4 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 4/20 ആവും. ഇവിടെ 20 ആക്കുമ്പോൾ 4ന് 5 കൊണ്ട് ഗുണിക്കണം, ഇവിടെ 1ന് 5 കൊണ്ട് ഗുണിക്കണം, അപ്പോൾ എത്ര ആവും? 5/20 ആവും. അങ്ങനെയാണെങ്കിൽ ന്യൂ റേഷ്യോ എങ്ങനെ വരിക? ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു 11:4:5. ഇതാണ് നമ്മുടെ പുതിയ റേഷ്യോ വരിക. 11:4:5 വരും. ക്ലിയർ? ഇത്രയാണ് ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷനായിട്ട് നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള സാക്രിഫൈസ് റേഷ്യോ ആണ്. അതിലേക്ക് നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ കയറാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.